ഹായ് എല്ലാവർക്കും PAEDIയിലേക്ക് സ്വാഗതം. അപ്പോൾ CPOയ്ക്കും അതുപോലെ തന്നെ വനിതാ കോൺസ്റ്റബിളിനും ഇനി ഒരു എക്സാം മാത്രമേ ഉള്ളൂ. പ്രിലിമിനറി ഇല്ല, മെയിൻസ് എക്സാം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഒക്കെ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം IRB എക്സാം എഴുതുന്നവരുണ്ടല്ലോ, ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്കുള്ള റെഗുലർ വിങ് പോലീസ് കോൺസ്റ്റബിൾ എക്സാം എഴുതുന്നവരുണ്ടല്ലോ, കാറ്റഗറി നമ്പർ 30/2021 അവരുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് മെയ് 3-നാണ്. അപ്പം അവർക്കും അതുപോലെ തന്നെ CPO നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ വനിതാ CPO, വനിതാ കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അപ്പോൾ അതിനെല്ലാം സെയിം സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ സിലബസിനകത്ത് ഉള്ളത്. അപ്പോൾ ഒറ്റ മെയിൻ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് പ്രിലിമിനറി പാസ്സായതിന് ശേഷം പഠിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കാൻ ഒക്കത്തില്ല. ഇപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ GK പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കും നോക്കി പോകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്, എങ്കിലും നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, പൊതുവിജ്ഞാന ഭാഗത്ത് ചരിത്രം 5 മാർക്കിനാണ്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 8 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 3 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം 4 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം 4 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 10 മാർക്ക്, അതുപോലെ തന്നെ ലഘുഗണിതം മാനസിക ശേഷി നിരീക്ഷണ പാഠവും ഒക്കെ 10 മാർക്കിനുണ്ട്. പിന്നെ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കിന്, പ്രാദേശിക ഭാഷ അതായത് മലയാളം, കന്നഡ, തമിഴ്, നമ്മുടെ മലയാളം ഒരു 10 മാർക്കിന്. ഓക്കെ, ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ടോപ്പിക്സ്, തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഓക്കെ, അത് 20 മാർക്കിനുണ്ട് കേട്ടോ. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കിന് ഉണ്ട്. ഓക്കെ, പൊതുവിജ്ഞാനത്തിനകത്ത് പുതുതായിട്ട് വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ +2 മെയിൻസ് ലെവൽ എക്സാമിൻ്റെ അതേ ഒരു GK കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചരിത്രം 5 മാർക്കാണ്. അതിനകത്ത് നമുക്ക് ആദ്യം കേരള ചരിത്രമാണുള്ളത്. യൂറോപ്യന്മാരുടെ വരവ് തൊട്ട് നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരും ഐക്യ കേരള പ്രസ്ഥാനവും 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രമൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത് ഇന്ത്യയുടെ ചരിത്രമാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്നതും പിന്നെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടവും ഒക്കെ പഠിക്കാനുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത്. ഓക്കെ, പിന്നീട് നമുക്ക് ലോക ചരിത്രമാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, രണ്ടാം ലോക മഹായുദ്ധാനന്തരമുണ്ടായ രാഷ്ട്രീയ ചരിത്രമൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഭൂമിശാസ്ത്രമാണുള്ളത്. 5 മാർക്കിനാണ് ഇതിനകത്തും ചോദിക്കുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ കുറേ എണ്ണമുണ്ട്. ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, അങ്ങനെയൊക്കെയുള്ള മർദ്ദവും കാറ്റും, അങ്ങനെ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നീട് ഇന്ത്യ, കേരളം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഏരിയയ്ക്കകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അതിന് 5 മാർക്കാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി ധനതത്വശാസ്ത്രം 5 മാർക്കിനുണ്ട് കേട്ടോ. എക്കണോമിക്സ് 5 മാർക്കിനുണ്ട്. അതിനകത്ത് ഇന്ത്യ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഭരണഘടനയുണ്ട്. അതിന് 8 മാർക്കിനുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഭരണഘടനാ ഭേദഗതികളും ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ അറിഞ്ഞിരിക്കാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 8 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറഞ്ഞിട്ടൊരു 3 മാർക്കിനുണ്ട് കേട്ടോ. കേരളത്തിൽ എങ്ങനെയാണ് ഭരണ സംവിധാനങ്ങളൊക്കെ എന്തൊക്കെയാണ്, പിന്നെ കേരളത്തിൽ ഉള്ള കുറച്ച് ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളും, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു 5-ാമത്തെ ഒരു പോർഷനകത്ത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറഞ്ഞിട്ട് 3 മാർക്കിന് അതുമുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് ബയോളജിയാണ് ഉള്ളത് കേട്ടോ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം, അതിൽ നിന്ന് 4 മാർക്കിനാണ് ഉള്ളത്. ഒരു 7 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഫിസിക്സ്, ഭൗതികശാസ്ത്രമുണ്ട്. അതിൽ നിന്ന് 3 മാർക്കിനാണ് ഒരു 8ഓളം ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് രസതന്ത്രമാണുള്ളത്. ഒരു 3ഓളം ടോപ്പിക്കുകളാണ് അതിനകത്തുള്ളത്. 3 മാർക്കാണ് രസതന്ത്ര ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, പിന്നീട് കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 4 മാർക്കിനുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകൾ, അവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കലയ്ക്കകത്ത് വരുന്നത്. പിന്നീട് കായിക രംഗം വരുമ്പോഴത്തേക്കും കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ടല്ലോ അവർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡ് ജേതാക്കൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ട്രോഫികൾ, മത്സരങ്ങൾ, കായിക ഇനങ്ങൾ, പ്രധാന കായിക ഇനങ്ങൾ, കളിക്കാരുടെ എണ്ണം, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദങ്ങളുണ്ടല്ലോ അത്, പിന്നെ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, അതുപോലെ തന്നെ ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ, ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളൊക്കെയാണ് കായിക ഇനത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നീട് സാഹിത്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്.
അത് മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ, കഥാപാത്രം, കൃതികൾ, പ്രശസ്തമായിട്ടുള്ള വരികൾ, പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സാഹിത്യത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഓക്കെ. ഇനി സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഓണം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഉത്സവങ്ങൾ, സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകളൊക്കെയാണ് ഈ സംസ്കാരം എന്ന് പറയുന്ന ഏരിയയിൽ ഉൾപ്പെടുന്നത്. പിന്നീട് ആനുകാലിക വിഷയങ്ങളാണ് 10 മാർക്കിന്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ആ ഏരിയയിൽ നിന്നെല്ലാം വരുന്ന ആനുകാലിക സംഭവങ്ങളെല്ലാം ഇതിനകത്ത് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ ആനുകാലിക വിഷയങ്ങളാണ് 10 മാർക്കിന് ഉണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ലഘുഗണിതമാണ്. ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധന എന്നാണ്. അത് ഈ ലഘുഗണിതത്തിനകത്ത് ഒരു 13ഓളം ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്നൊരു 5 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠവും പരിശോധന എന്ന് പറഞ്ഞിട്ട് ഒരു 13ഓളം ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്ന് 5 മാർക്കിന് തന്നെയാണ് ചോദിക്കുന്നത്. ഓക്കെ. അതിനുശേഷം ജനറൽ ഇംഗ്ലീഷാണ്. അത് ഈ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മാർക്കിനുണ്ട്. അതിലൊരു 15ഓളം ടോപ്പിക്കുകൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്ന് 5 മാർക്കിനും പിന്നീട് വൊക്കാബുലറിയിൽ നിന്ന് ഒരു 5 മാർക്കിനുമാണ് ചോദിക്കുന്നത്. ഒരു 15ഓളം ടോപ്പിക്കുകൾ നമ്മുടെ ഗ്രാമർ ഭാഗത്തുണ്ട്. വൊക്കാബുലറിയിൽ നിന്നും 5 മാർക്ക് തന്നെയാണ് ചോദിക്കുന്നത്. വൊക്കാബുലറിയിൽ ഏകദേശം ഒരു 12ഓളം ടോപ്പിക്കുകൾ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും ആ 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് പദശുദ്ധി ഒക്കെ ഉൾപ്പെടുന്ന മലയാളമാണ് കേട്ടോ. പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്ന ഏരിയയിൽ മലയാളത്തിനകത്ത് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം എന്ന് പറഞ്ഞിട്ടൊരു 13ഓളം ടോപ്പിക്കുകളുണ്ട്. ഇത് മലയാളത്തിന് 10 മാർക്കാണ് ഉള്ളത്. ഓക്കെ. കന്നഡയും തമിഴും ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളുണ്ട് കേട്ടോ. ഇനിയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ്. 20 മാർക്കിന് ഇതുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്സ് 20 മാർക്കിന് നമുക്ക് കുറച്ചധികം നിയമങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു എസ്ഐയുടെ എക്സാമിന് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ചെയ്തായിരുന്നു. കുറേ മാതൃകാ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് CPOയുടെയും അതുപോലെ തന്നെ IRB റെഗുലർ വിങ്ങിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് ഏകദേശം നമ്മുടെ എസ്ഐയുടെ ആ ഒരു സിലബസിന് സെയിം ആണ്. വ്യത്യാസം ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് കൂടുതലുണ്ട്. നമ്മുടെ ഈ CPO അതുപോലെ തന്നെ IRBക്കൊക്കെ കൂടുതലുണ്ട്. SIക്ക് ആ ഒരു ടോപ്പിക്ക് ഇല്ല. അങ്ങനെ ചെറിയ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം പോക്സോ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതുപോലെ തന്നെ മറ്റ് ചില ആക്റ്റുകളൊക്കെ സെയിം അതേ സെക്ഷൻസൊക്കെ തന്നെയാണ് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്ത്യൻ കേരള പോലീസ് ആക്ട് ഇതൊക്കെ പഠിക്കാനുള്ളത് സെയിം സാധനങ്ങൾ തന്നെയാണ്. SIക്കും അതുപോലെ തന്നെ CPOയ്ക്കും എല്ലാം സെയിം സെക്ഷൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് IPC ആണ് അതിനകത്ത് ആദ്യം ഉള്ളത്. ഇന്ത്യൻ പീനൽ കോഡ് 1860. അപ്പോൾ IPC ഒഫൻസസ് ഉണ്ട്. ജനറൽ എക്സെപ്ഷൻസ് ഇൻ IPC. അതായത് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചാണ് ജനറൽ എക്സെപ്ഷനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു IPC എന്ന് പറയുന്നത് 4 മാർക്കിനാണ് ഉള്ളത് കേട്ടോ. കണ്ടോ, ഓരോ സെക്ഷൻസായിട്ട് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. IPC സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ സെക്ഷൻസും ഈ സെക്ഷൻസ് ജസ്റ്റ് ആ കൊടുത്തിരിക്കുന്ന മാത്രം പഠിച്ചാൽ പോരാ. സെഷനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് അറിഞ്ഞിരുന്നാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ കുറേ സെഷൻസ് ഇതിപ്പോൾ ജനറൽ എക്സെപ്ഷൻസ് ഇൻ IPC എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിന് താഴെയാണ് ഇത്ര ഒരു സെഷൻസ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി എന്ന് പറഞ്ഞിട്ട് കുറേ അധികം സെഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഒഫൻസസ് എഗെയിൻസ്റ്റ് ബോഡി എന്ന് പറഞ്ഞിട്ട് കുറേ അധികം സെഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. IPC പക്ഷേ ഇതൊരു 4 മാർക്കിനേ ഉള്ളൂ. ഒരുപാട് സെഷൻസ് പഠിക്കാനുള്ളത് കാരണം നമ്മുടെ SI മെയിൻസിൻ്റെ ടൈമിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന ടൈമിൽ അത് IPCയുടെ അത് സെപ്പറേറ്റ് ഒരു ക്ലാസ് എടുക്കാനായിട്ട് പറ്റിയില്ല. പകരം ഇതിൻ്റെ കുറേ മാതൃകാ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിരുന്നു വീഡിയോസായിട്ട്. അപ്പോൾ അതിൽ നിന്നായിരുന്നു കഴിഞ്ഞ ഒരു SIയുടെ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടിയിരുന്നു. ഓക്കെ. അപ്പം ഇനിയിപ്പം നമ്മൾ വീണ്ടും ഒരു SI വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ എക്സാം വരുന്നൊരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഈ IPC ഡീറ്റെയിൽഡായിട്ട് ഫുള്ള് എടുത്ത് തീർക്കും. ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം CRPCയും കേരള പോലീസ് ആക്റ്റും അതുപോലെ തന്നെ പോക്സോയും ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും എൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ അതിനകത്ത് ആൾറെഡി ഡീറ്റെയിൽഡ് സെഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. SIയുടെ ഫുള്ള് കിടപ്പുണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ ഈ IPCക്കകത്ത് വരുന്നതാണ് ഈ ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ എന്ന് പറഞ്ഞിട്ട് കണ്ടോ കുറച്ചധികം സെഷൻസ് ഉണ്ട്. അങ്ങനെ ഈ ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം സെഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേയധികം സെഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ ഈ ഒരു IPC ഫുള്ള് പഠിച്ചാൽ ഒരു 4 മാർക്കേ കിട്ടത്തുള്ളൂ. അത് കാരണം അന്ന് ഒരു ലാസ്റ്റ് ടൈമിലായിരുന്നു ഈ ഒരു ക്ലാസ് ഇതുപോലെ എടുക്കുന്നതിനെക്കുറിച്ച് കുറേ കുട്ടികൾ പറഞ്ഞതിനെ തുടർന്നാണ് എടുത്തത്. IPC ഒരുപാടുള്ളത് കാരണം അന്നത് IPC ഡീറ്റെയിൽഡ് സെഷൻ എടുത്തില്ല. അല്ലാതെ മാതൃകാ ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. ഓക്കെ.
അപ്പോൾ ഇത്രയും സെഷൻസ് തന്നെയാണ് നമ്മുടെ SIക്കും പഠിക്കാനുള്ളത്. CPOയ്ക്കും അതുപോലെ തന്നെ IRB റെഗുലർ വിങ്ങിനും ഇതേ സെഷൻസ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇപ്പം കാണിക്കുന്ന ഈ സെഷൻസ് എല്ലാം സെഷൻസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് അതിനകത്ത് വരുന്നത് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആണ് കേട്ടോ. CRPC ആണേ. ഓക്കെ. അപ്പോൾ ഇതൊരു 3 മാർക്കിനുണ്ട്. കുറച്ച് സെഷൻസേ പഠിക്കാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെഷൻസ് ഉണ്ട്. പിന്നെ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെഷൻസ് ഉണ്ട്. അത് സമൻസ് ആൻഡ് വാറണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെഷൻസ് ഉണ്ട്. പിന്നെ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് CRPCക്കകത്ത് പഠിക്കാനുള്ളത്. ഈ ഒരു ഭാഗത്തുനിന്ന് 3 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു CRPCയുടെ ഇതേ സെഷൻസ് തന്നെയാണ് നമ്മുടെ SIക്കകത്തുള്ളത്. അപ്പം CRPCയുടെ നമ്മൾ ഡീറ്റെയിൽഡ് സെഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1972 2 മാർക്കിനാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് സെഷൻസേ ഉള്ളൂ കേട്ടോ. ഒരു 4ഓളം സെഷൻസ് മാത്രമേ ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളൂ. പക്ഷേ ഇത് CPOയ്ക്ക് മാത്രമുള്ളൊരു ടോപ്പിക്കാണ്. ഇത് നമ്മുടെ SIയുടെ സിലബസിനകത്തുള്ളൊരു ടോപ്പിക്കല്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമ്മളന്ന് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്തിടുന്നതായിരിക്കും. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1972 എന്ന് പറഞ്ഞിട്ട് ഈ ആവശ്യമുള്ള സെഷൻസ് മാത്രം വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ. കേരള പോലീസ് ആക്ട് 2011 നെക്സ്റ്റ് നമ്മുടെ CPO അതുപോലെ തന്നെ വനിതാ കോൺസ്റ്റബിളിനൊക്കെ ആവശ്യമുള്ളത് കേട്ടോ. ഇതിൽ നിന്ന് 3 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചധികം സെഷൻസ് ഉണ്ട്. അപ്പോൾ കേരള പോലീസ് ആക്ടിൻ്റെ ഇതേ സെഷൻസ് തന്നെയാണ് SIക്കും പഠിക്കാനുള്ളത്. അപ്പോൾ കേരള പോലീസ് ആക്ട് ഡീറ്റെയിൽഡ് സെഷൻ SIക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് ഇതിനും അത് തന്നെ കണ്ടാൽ മതി. ആ ഒരു വീഡിയോസ് തന്നെ പഠിച്ചാൽ മതി. അതിനകത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഈ പറഞ്ഞേക്കുന്ന സെഷൻസ് എല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേരള പോലീസ് ആക്ട് 2011 പറഞ്ഞ്. ഓക്കെ. കുറച്ചധികം സെഷൻസ് ഉണ്ട്. പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് NDPS ആക്ട് ആണ് കേട്ടോ. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. ഇത് ഒരു 2 മാർക്കിനുണ്ട്. കുറച്ച് സെഷൻസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാതൃകാ ചോദ്യങ്ങളുടെ ഒരു 18ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മാതൃകാ ചോദ്യങ്ങൾ, അതായത് ക്വസ്റ്റ്യൻസ് വിത്ത് MCQ ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ആക്റ്റുകളെല്ലാം MCQs മോഡലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഡീറ്റെയിൽഡ് സെഷൻസും ഉണ്ട്. അതുപോലെ തന്നെ MCQസും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതേ നമ്മുടെ സെഷൻസ് തന്നെയാണ് ഈ CPOയുടെ സെഷൻസ്. അതുപോലെ തന്നെ SIയുടെ ഇതേ സെഷൻസ് തന്നെയാണ് ഈ CPOയ്ക്കും ഉള്ളത്. ഓക്കെ. അതുപോലെ തന്നെ IRB റെഗുലർ വിങ്ങിക്കാർക്കും അതേ സെഷൻസ് തന്നെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ. ആ ഒരു നമ്മുടെ SIയുടെ ചെയ്തിട്ടേക്കുന്ന വീഡിയോ കണ്ടാൽ മതി. ഇതും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് പോക്സോ ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഒരു 2 മാർക്കിന് ചോദിക്കും. കുറച്ച് സെഷൻസ് ഉണ്ട്. ഒരു 10-12ഓളം സെഷൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു ആക്റ്റാണ് പോസ്കോ ആക്ട് എന്ന് പറയുന്നത്. 2 മാർക്കിനാണ് ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെഷൻസ് എല്ലാം നമ്മുടെ SIയുടെ സെഷൻസ് സിമിലറാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പോക്സോ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന 2 മാർക്ക് ഷുവറായിട്ടും ഉറപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ് കേട്ടോ. 2 മാർക്കിന്. അപ്പോൾ ഇത് നമ്മുടെ CPOയ്ക്ക് ആയാലും അസിസ്റ്റൻറ്റ് ജയിലർ ആയാലും അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസർ ആണെങ്കിലും അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ആണെങ്കിലും ഫയർമാൻ ആണെങ്കിലും എല്ലാത്തിനും ഈ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഉണ്ട് കേട്ടോ. അപ്പം സെയിം സെഷൻസ് തന്നെയാണ് എല്ലാവർക്കും പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഈ സെഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 മാർക്ക് ഷുവറായിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. ഇതിൽ നിന്ന് ഒരു 2 മാർക്കിനാണുള്ളത്. ഒരു 4 സെഷനേ ഇത് പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഈ 4 സെഷൻ മാത്രം ഉള്ളത് കാരണം നമ്മളങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. പകരം നമ്മൾ മാതൃകാ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 4 സെഷൻസും പറഞ്ഞ് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു SIക്ക് വേണ്ടി ചെയ്തതിനകത്ത് ആൾമോസ്റ്റ് വീഡിയോസ് എല്ലാം തന്നെ CPOയ്ക്കും അതുപോലെ തന്നെ IRB റെഗുലർ വിങ് എക്സാം എഴുതുന്നവർക്കും എല്ലാം പ്രയോജനപ്പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ. കാരണം ഇങ്ങനെയുള്ള നമ്മുടെ ഫോഴ്സിൻ്റെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിന് പല ആപ്പുകളിലായാലും ചാനലുകളിലായാലും പെയ്ഡായിട്ട് നല്ല പൈസയ്ക്കാണ് ഈ ഒരു ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പം നമ്മളിത് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ.
അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക് യു.